മോട്ടോർ വാഹന വകുപ്പിന് സീഡിറ്റ് നൽകി വന്ന സേവനങ്ങൾ അവസാനിപ്പിച്ചു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. 2010 മുതലുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസാണ് സീഡിറ്റ് നിർത്തിവെച്ചത്. സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിലേക്ക് നിയോഗിച്ച കരാർ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഏത് സാഹചര്യത്തിലാണ് സീഡിറ്റിന്റെ ഇത്തരമൊരു നീക്കം? മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതിസന്ധി ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രകടമാകുന്നത്? പ്രകടമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് നൽകി വരുന്ന എല്ലാ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നു അറിയിച്ചുകൊണ്ടാണ് സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരത്തിലൊരു കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 2021 ജനുവരി 31 സീഡിറ്റും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള കരാർ കാലാവധി അവസാനിക്കുന്നു. തുടർന്നും താൽക്കാലികമായി സീഡിറ്റ് ഈ സേവനങ്ങൾ നൽകിയിരുന്നു. ഫെസിലിറ്റി മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 9 മാസത്തിലധികമായി സീഡിറ്റ് നൽകുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫല തുക മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കാതെ വരുന്നു. ഈ ഒരു സാഹചര്യം വീണ്ടും സീഡിറ്റ് ചർച്ചയ്ക്ക് വെക്കുന്നു. പക്ഷേ യാതൊരു നടപടിയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടെ തിരികെ വിളിച്ചുകൊണ്ട് എല്ലാ സേവനങ്ങളും സീഡിറ്റ് നിർത്തലാക്കുന്നത്. നമുക്കറിയാം, സീഡിറ്റിന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് ഉൾപ്പെടെ, അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ഒരു പേപ്പറിന്റെ കരാറെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആ കരാർ വരെ തിരിച്ചു വലിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സീഡിറ്റിൽ നിന്നും കരാറടിസ്ഥാനത്തിൽ ജോലിക്ക് പോയിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിലേക്ക് ജോലിക്ക് പോയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും തിരികെ വിളിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഭീമമായ തുകയാണ് സീഡിറ്റിന് നൽകാനുള്ളത്. നിരവധി തവണ അത് ആവശ്യപ്പെട്ടിട്ടും മോട്ടോർ വാഹന വകുപ്പ് അത് നൽകിയിട്ടില്ല. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഇത്തരമൊരു നിലപാട് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തിനും ഉണ്ടായത്. ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സീഡിറ്റ് കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചത്, അല്ലേ? അത്തരത്തിൽ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. തുടർന്നും നിരവധി തവണ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന്, ഈ തീരുമാനത്തിലേക്ക്, അതായത് ഈ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും സ്വീകരിക്കാൻ മുന്നോട്ട് അടിയന്തരമായി തന്നെ എല്ലാ കൊടുക്കുന്നത്. മോട്ടോർ വാഹന ഈ സീഡിറ്റ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തിരിച്ചു വിളിക്കുക, അതോടൊപ്പം തന്നെ ഈ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറുകയും സേവനങ്ങൾ നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്തംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കരാർ ജീവനക്കാരെ ഉൾപ്പെടെ പിരിച്ചുവിട്ടിട്ടുണ്ട്. സാങ്കേതിക സേവനങ്ങൾ ഇനി നൽകില്ല. യാതൊരു തരത്തിലുള്ള സാങ്കേതിക സേവനങ്ങളും സീഡിറ്റിന്റെ ഭാഗത്തു നിന്ന് നൽകില്ല. നമുക്കറിയാം, ഈ AI ക്യാമറ ഉൾപ്പെടെ വന്ന സമയത്ത് സീഡിറ്റും ചേർത്തുകൊണ്ടാണ് സേവനങ്ങൾ നൽകാനായിട്ട് കൂടുതൽ കരാർ ജീവനക്കാരെ നിയമിക്കുന്നത്. അതുപോലെ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതും ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ, അങ്ങനെ ഏതൊരു തരത്തിലുള്ള സഹായവും നൽകിക്കൊണ്ടിരുന്നത് സീഡിറ്റ് എന്ന സർക്കാർ സ്ഥാപനമാണ്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഈ തുക, അല്ലെങ്കിൽ കാലം 2021 മുതലുള്ള ഈ തുക ലഭിക്കാത്തത് കാരണമാണ് സീഡിറ്റ് തീരുമാനങ്ങളിൽ നിന്ന് മാറുന്നത്. ഇനി എന്തായാലും ഒരു നടപടിക്രമം ഉണ്ടാകുന്നത് വരെ മോട്ടോർ വാഹന വകുപ്പിലേക്ക് യാതൊരുവിധ സേവനങ്ങൾ നൽകില്ല എന്ന് തന്നെയാണ് കത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. KP, തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.